സ്വർഗവാസികളുടെയും ഭൂവാസികളുടെയും ദൈവവും രാജാവും നാഥനുമായ മിശിഹാ തമ്പുരാനെ, നിന്റെ മനുഷ്യ സ്നേഹം മൂലം നീ മനുഷ്യനായി തീർന്ന് പാപത്തിൽ നിന്നും സാത്താന്റെ ദാസ്യത്തിൽ നിന്നും പ്രത്യാശയില്ലാത്ത നാശത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു. അതിനുവേണ്ടി നീ ശരീരത്തിൽ പീഡ അനുഭവിച്ചു. തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അവരിൽ ഒരുവനാണെന്ന് നിന്റെ 12 ശിഷ്യന്മാരോട് നീ തുറന്നു പറഞ്ഞു. സകല തിന്മകളുടെയും മൂലമായ ദ്രവ്യസ്നേഹം നിന്റെ സ്നേഹിതനായ യൂദായെ ശിഷ്യപദവിയിൽ നിന്ന് വീഴ്ത്തി പിന്നീട് തൂങ്ങിച്ചാകാൻ കാരണമാക്കി. നിന്നെ ഒറ്റിക്കൊടുത്ത അവൻ്റെ കൈ പെസഹ ഭക്ഷണ പാത്രത്തിൽ നിന്റെ കൈയോടൊപ്പം ഉണ്ടായിരുന്നിട്ടും അവനെ വിലക്കാതിരുന്നവനും ഉദരത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പവുമായി നിനക്ക് തുല്യനായി ആരുണ്ട്? എൻ്റെ നാഥ, ഞങ്ങൾ നിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിന്റെ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരുമാണ്. നിന്റെ തിരുനാമത്തിൽ ഉത്കർഷം പ്രാപിച്ചവരും രക്ഷാകരമായ നിന്റെ പീഡാനുഭവങ്ങളെ പ്രശംസിക്കുന്നവരുമാണ്. ഞങ്ങൾ ദുഃഖത്തോടും ഹൃദയ ശുഷ്കാന്തിയോടും നിന്നോട് അപേക്ഷിക്കുന്നു. സകല തിന്മയുടെയും കാരണമായ ദ്രവ്യാഗ്രഹങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ അകറ്റണമേ. കലഹത്തിൽ നിന്നും കോപത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അസൂയയിൽ നിന്നും ചതിയിൽ നിന്നും ഞങ്ങളെ വേർപെടുത്തണമേ. കൗശലത്തിൽ നിന്നും അധർമ്മത്തിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ. നാശകരമായ നിരാശയിൽ ഉൾപ്പെടുവാൻ ഇടയാകരുതേ. ഇവയ്ക്ക് പകരം വിശ്വാസവും പ്രത്യാശയും പരിപൂർണ സ്നേഹവും നിരപ്പും സമാധാനവും സൗമ്യതയും ദയയും സത്യവും ആത്മാർത്ഥതയും താഴ്മയും വെടിപ്പും ആഹ്ലാദവും നിനക്കിഷ്ടമായ സകല നന്മയും ഞങ്ങളിൽ നിറയ്ക്കണമേ. ജീവിപ്പിക്കുന്നതായ നിന്റെ തിരുശരീരവും തിരുരക്തവും ശിഷ്യന്മാരെ പോലെ കൈക്കൊള്ളുന്നതിനും നിന്റെ പീഡാനുഭവത്തിൽ പങ്കുചേരുന്നതിനും പുനരുത്ഥാനത്തിൽ സന്തോഷിക്കുന്നതിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബകുൽ സുബാൻ ലവുൽ മീ.